പല കാരണങ്ങളാൽ വിഭജനത്തിൻ്റെ മുറിവ് പേറുന്ന ഈ ലോകത്ത് സകലരെയും ഏകീകരിക്കുന്ന സവിശേഷമായ ഒരു കഴിവ് സ്പോർട്സിനുണ്ട്. രാജ്യ മത സാംസ്കാരിക അതിർവരമ്പുകൾ പേരിക്കുന്ന സാർവത്രികമായ ഒരു ഭാഷയാണ് സ്പോർട്സ്. ഇന്ത്യയുടെ നീരജ് ചോപ്രയും പാകിസ്ഥാന്റെ അർഷദ് നദിയും തമ്മിലുള്ള വിജയഗാഥ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഒളിമ്പിക് സ്വർണവും വെള്ളിയും നേടിക്കൊണ്ട് ഈ രണ്ട് അത്ലറ്റുകളും അവരവരുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയവരാണ്. ശത്രുരാജ്യങ്ങൾ എന്ന് ചൊല്ലിപ്പഠിപ്പിച്ച ഇരു രാജ്യങ്ങളെ കായിക ലോകത്തെ സമാനതകളില്ലാത്ത ഈ സൗഹൃദവും സ്നേഹവും എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. കളത്തിൽ എതിരാളികളും പുറത്ത് സുഹൃത്തുക്കളും. നീരജ് ചോപ്രയും അർഷദ് നദിയും പങ്കിടുന്ന ആത്മബന്ധവും ഊഷ്മളതയും സമാനതകളില്ലാത്തതാണ്. ലളിതമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഇരുവരും തങ്ങളുടെ കരിയറിൽ ഉയർന്ന നിലയിലെത്താൻ വിവിധ പ്രയാസങ്ങളെ അതിജീവിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതപൂർവമായ വിജയം കൈവരിച്ചു. പുരുഷ ജാവലിൻ ത്രോ ഫൈനൽ കാണാൻ രണ്ട് രാജ്യങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകളിലെ ടെലിവിഷൻ സൈറ്റുകൾക്ക് മുന്നിൽ ഇവർ എത്തിച്ചു. ചരിത്രം സൃഷ്ടിച്ച് അർഷദ് നദിയും സ്വർണ്ണമെഡൽ നേടിയ നിമിഷങ്ങൾക്ക് ശേഷം രണ്ട് മഹത്തായ എതിരാളികളും പരസ്പരം ആലിംഗനം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ മഹത്തായ പാഠമല്ലെങ്കിൽ പിന്നെ എന്താണ്? ചരിത്രത്തിൽ ഇടം നേടിയ ആ സ്വർണ്ണമെഡൽ നേട്ടം കാണാൻ കഴിയുന്നത് തന്നെ ഒരു അനുഗ്രഹമായി കരുതണം. രാഷ്ട്രീയമായും അല്ലാതെയും പലപ്പോഴും ശത്രുതയിലായിരിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം ഇവർ രണ്ടുപേർ. എന്നാൽ കളകറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആത്മബന്ധം ഈ രണ്ട് അത്ലറ്റുകളെയും ഒന്നിപ്പിച്ചു. വെറും പ്രൊഫഷണൽ ബഹുമാനത്തിനപ്പുറമായിരുന്നു കളിക്കളത്തിലെ ആ കൂട്ടായ്മയെന്ന് വ്യക്തമാണ്. ഇരുവരുടെയും കരിയർ പരസ്പരം സമാന്തരമായി മുന്നേറുമ്പോൾ നീരജും അർഷദും അതിരുകൾ ഭേദിച്ച് വർഷങ്ങളായി ഒരു സൗഹൃദം സ്ഥാപിച്ചു. വാസ്തവത്തിൽ ഇരുവരും എപ്പോഴും പരസ്പരം പ്രശംസിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. നദീമിൻ്റെ രണ്ടാമത്തെ ശ്രമത്തിലെ അതിശയിപ്പിക്കുന്ന ത്രോ മറ്റ് എതിരാളികൾക്ക് നീരജ് ചോപ്ര ഉൾപ്പെടെ വലിയ സമ്മർദ്ദമാണ് നൽകിയത്. എല്ലാ സമ്മർദ്ദങ്ങൾക്കിടയിലും നീരജിന് സീസണിലെ തൻ്റെ ഏറ്റവും മികച്ച ത്രോയായ 88.45 മീറ്റർ നേടാനായി. എന്നാൽ അർഷദ് തീർത്ത ഒളിമ്പിക്സ് റെക്കോർഡ് മറികടക്കാൻ പര്യാപ്തമായിരുന്നില്ല ഇത്. രസകരമെന്ന് പറയട്ടെ, ഈ മത്സരത്തിന് മുമ്പ് നടന്ന 10 മത്സരങ്ങളിലും ചോപ്ര നദീമിനോട് തോറ്റിട്ടില്ല. എന്നാൽ നദീമിൻ്റെ അവിശ്വസനീയമായ ഒളിമ്പിക് ത്രോ അജയ്യമായിരുന്നു. ഒളിമ്പിക് സ്വർണ്ണമെഡൽ ജേതാവാകുന്നതിന് 5 മാസം മുമ്പ് 2024 മാർച്ചിൽ അർഷദ് നദീം ഒരു പുതിയ ജാവലിൻ കണ്ടെത്താൻ ഏറെ പാടുപെടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 7-8 വർഷമായി ഒരേ ജാവലിൻ തന്നെയാണ് താൻ ഉപയോഗിക്കുന്നതെന്ന് അർഷദ് വെളിപ്പെടുത്തി. ഏറ്റവും ഉയർന്ന തലങ്ങളിൽ മത്സരിക്കുന്ന ഏതൊരു അത്ലറ്റിനും അത് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല. പാരീസ് 2024 വെള്ളി മെഡൽ ജേതാവായ നീരജ് ചോപ്രയാണ് തൻ്റെ ദക്ഷിണേഷ്യൻ എതിരാളിയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. തൻ്റെ സുഹൃത്തിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് നീരജ് ചോപ്ര ശബ്ദമുയർത്തി. അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ജാവലിൻ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ഇതൊരു വലിയ പ്രശ്നമാകരുതെന്നും നീരജ് പറഞ്ഞു. നദീമിൻ്റെ കഴിവുള്ള ഒരു അത്ലറ്റിക്കിന് അർഹമായ മികച്ച ഉപകരണങ്ങളും പിന്തുണയും അദ്ദേഹത്തിൻ്റെ ദേശീയ ഫെഡറേഷനിൽ നിന്നും സാധ്യമായുള്ള സ്പോൺസർമാരിൽ നിന്നും ലഭിക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അതിരുകൾക്കപ്പുറം ഈ സൗഹൃദം ഇരുവരുടെയും കുടുംബ ബന്ധങ്ങളിലേക്കും വളർന്നു. മകൻ്റെ വെള്ളിമെഡൽ നേട്ടത്തിൽ അത്യധികം സന്തോഷിക്കുന്ന നീരജ് ചോപ്രയുടെ അമ്മ സർജി ദേവി പാരീസ് ഒളിമ്പിക്സിൽ റെക്കോർഡ് തകർത്ത് ഇന്ത്യയുടെ നിലവിൽ ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ പാകിസ്ഥാൻ്റെ അർഷദ് നദീമിനായും കൈയടിക്കുന്നു. അർഷദും തൻ്റെ മകനെ പോലെയാണെന്ന് പറഞ്ഞ അവർ, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയല്ലേ ഇത്തരം വേദികളിൽ വിജയിക്കുന്നത് എന്ന ലളിതമായ ചോദ്യത്തിലൂടെ സ്പോർട്സിൻ്റെ സ്നേഹം വിളമ്പുന്നു. പാകിസ്ഥാനിൽ നദീമിൻ്റെ അമ്മ റാസിയ പർവീണും നീരജിനെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം മാത്രം. അവനും എൻ്റെ മകനെ പോലെയാണ്. നദീമിൻ്റെ സുഹൃത്തും സഹോദരനുമാണ് അവൻ. ജയവും തോൽവിയും കായിക വിനോദത്തിൻ്റെ ഭാഗമാണ്. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അവൻ മെഡലുകൾ നേട്ടട്ടെ. അവർ സഹോദരങ്ങളെ പോലെയാണ്. ഞാൻ നീരജിനായും പ്രാർത്ഥിച്ചു. അർഷദിൻ്റെ ഉമ്മയുടെ വാക്കുകളാണ് ഇത്. ഫൈനലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച നീരജ് തൻ്റെ സുഹൃത്ത് നദീമിനെ അഭിനന്ദിക്കുകയും ഒരു ജാവലിൻ മത്സരത്തിൽ പാകിസ്ഥാൻ അത്ലറ്റിനോട് താൻ ആദ്യമായി പരാജയപ്പെട്ടുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി താൻ അർഷദിനെതിരെ മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് താൻ അദ്ദേഹത്തോട് തോൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അർഷദ് ശരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഒളിമ്പിക്സ് ഫൈനലിൽ തന്നേക്കാൾ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും നീരജ് സമ്മതിക്കുന്നു. ഒളിമ്പിക്സ്, ലോക ചാമ്പ്യൻഷിപ്പ്, ഡയമണ്ട് ലീഗ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് എന്നിവയുൾപ്പെടെ എല്ലാ ടൂർണമെൻറ്റുകളിലും സ്വർണം നേടി ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ് നീരജ് ചോപ്ര. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേടി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് നീരജ്. സുശീൽ കുമാർ, PV സിന്ധു, മനു ഭാക്കർ എന്നിവർക്ക് ശേഷം ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന 4ാമത്തെ അത്ലറ്റുമാണ് അദ്ദേഹം. സുശീലിനും സിന്ധുവിനും പുറമെ 2 വ്യത്യസ്ത സമ്മർ ഗെയിമുകളിൽ മെഡലുകൾ നേടുന്ന 3ാമത്തെ അത്ലറ്റും തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റുമാണ് നീരജ്. കൂടുതൽ കരുത്തോടെയും ശക്തിയോടെയും തിരിച്ചു വരാൻ പ്രതിജ്ഞയെടുത്ത ഇന്ത്യയുടെ സ്വന്തം ജാവലിൻ മാവരിക്ക് ഇനിയും രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ കഴിയട്ടെ.